നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ദൈവവചന ചിന്ത നമുക്ക് ആരംഭിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ വാക്യത്തെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ചില ആഴ്ചകൾ ഈ ഒത്തിരി സന്ദേശങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതിനെ ചുറ്റിപ്പറ്റി അതിനോട് ചേർത്തിട്ടുള്ള സന്ദേശങ്ങളും ഈ വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിക്കുന്ന ഒത്തിരി മെസ്സേജുകൾ കഴിഞ്ഞ 2-3 മാസങ്ങളിൽ തന്നെ നമ്മളിത് കേൾക്കാനിടയുണ്ടല്ലോ. ഇവിടെ ഈ വാക്യങ്ങളുടെ സന്ദർഭവും ഉദ്ദേശവും ഒക്കെ നമുക്ക് വളരെ പരിചിതമാണ്. യേശു കർത്താവ് ഇത് പറയുമ്പോൾ 2 ശിഷ്യന്മാർ മാത്രമാണ് അവിടെ അത് കേൾക്കാൻ ഉണ്ടായിരുന്നതെന്ന് ആ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാനാകും. എന്നാൽ 2 പേർ മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യമല്ല. ഇത് വലിയ പ്രസംഗമാണ്, ഇതൊരു നീണ്ട ഒരു പ്രസംഗമാണ്. മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ കർത്താവും ദൈവമായ യേശുക്രിസ്തു ലോക സ്ഥാപനത്തിനു മുമ്പേ ആരംഭം കുറിച്ച ദൈവിക പദ്ധതികളെ സംക്ഷിപ്തമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നിലയിൽ അത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 2 വാക്യങ്ങളിൽ ദൈവം ഭാഗമായിട്ടും വിവിധമായിട്ടും മുമ്പ് പ്രബോധിപ്പിച്ച അനേക കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം 11 പ്രാവശ്യമായി 500-ലധികം ഭക്തന്മാർക്ക് താൻ പ്രത്യക്ഷനായെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഉയർത്തെഴുന്നേറ്റ ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, അതായത് ആ ഞായറാഴ്ച തന്നെ 4 തവണ യേശുക്രിസ്തു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രത്യക്ഷനായി എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത് മഗ്ദലക്കാരത്തിയായ മറിയയുടെ മുമ്പിലായിരുന്നു. അത് സംഭവിക്കുന്നത് അന്ന് അതിരാവിലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശരീരം അടക്കം ചെയ്ത ആ കല്ലറയുടെ സമീപത്ത് വെച്ച് തന്നെയായിരുന്നു അത് സംഭവിച്ചത്. യേശു കർത്താവിന്റെ ശരീരത്തിൽ പൂശേണ്ടതിനായി ഒരുക്കിയ സുഗന്ധ വസ്തുക്കളുമായാണ് മറിയ ഉൾപ്പെടെയുള്ള ആ കുറച്ച് സ്ത്രീകൾ ആ കല്ലറയുടെ അടുക്കൽ എത്തിയത്. തുറന്നു കിടക്കുന്ന കല്ലറയും അവിടെ പ്രത്യക്ഷരായ ദൂതന്മാരെയും കണ്ട് പരിഭ്രമിച്ച ആ സഹോദരിമാർ അവർ മടങ്ങിപ്പോയി വിവരം മറ്റുള്ള ശിഷ്യന്മാരെയൊക്കെ അറിയിച്ചപ്പോൾ പത്രോസും യോഹന്നാനും കല്ലറക്കരിയിലേക്ക് ഓടിയെത്തി എന്നുള്ള ആ വേദഭാവമൊക്കെ ഞാൻ ഓടിച്ചു പറഞ്ഞു പോവുകയാണ്, നമുക്കറിയാവുന്നതായതുകൊണ്ട്. ആ കൂട്ടത്തിൽ മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും തുറന്നു കിടക്കുന്ന കല്ലറയുടെ അകത്തും പുറത്തും ഒക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് മടങ്ങിയെങ്കിലും പിന്നെയും അവിടെ കാത്തുനിന്ന് അവർ പോയെങ്കിലും അവിടെ ആ കല്ലറയ്ക്ക് ചുറ്റുമായി കാത്തുനിന്ന മറിയയുടെ മുന്നിൽ യേശുക്രിസ്തു പ്രത്യക്ഷനായി. പിന്നീട് പല സന്ദർഭങ്ങളിലുമായി യേശുവിനെ അനുഗമിച്ച എല്ലാ ശിഷ്യന്മാർക്കും യേശു കർത്താവ് പ്രത്യക്ഷനായെങ്കിലും ആഗ്രഹത്തോടെ കാത്തുനിന്ന മറിയയ്ക്കാണ് യേശു കർത്താവ് ആദ്യം പ്രത്യക്ഷനായത്. അതിനെക്കുറിച്ച് ഒത്തിരി സന്ദേശങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെയും ദൈവസന്നിധിയിലെ കാത്തിരിപ്പിന്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്നതും അതിന് ധൈര്യം പകരുന്നതുമായ ഒരു വേദഭാഗം തന്നെയാണത്. പ്രിയമുള്ളവര്, ആ ആത്മാർത്ഥമായ കാത്തിരിപ്പ് ഞാൻ പറയുമ്പോൾ ഓർക്കുക, വളരെ പ്രസക്തരായ ദൈവത്തിന് ഒത്തിരി അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് ഒത്തിരി പ്രിയപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു. കാരണം ഇനി ശുശ്രൂഷകൾ ഏൽപ്പിക്കാനുള്ളവർ അവരെയായിരുന്നു. അവരെയല്ല കർത്താവ് ആദ്യമായി കണ്ടത്, മറിയയായിരുന്നു. അതിന്റെ അർത്ഥം ആ കാത്തിരിപ്പ്, ദൈവസന്നിധിയിലെ കാത്തിരിപ്പിന്റെ ആ പ്രാധാന്യത്തെയാണ് നമുക്ക് ആ സന്ദേശത്തിൽ അല്ലെങ്കിൽ ആ വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത്. ദൈവസന്നിധിയിൽ നിന്നുള്ള ആ ദൈവിക ഇടപെടലുകൾക്കായിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പുകൾക്ക് ഒരു പൂർണ്ണമായ ആത്മാർത്ഥത അചഞ്ചലമായ ഒരു വിശ്വാസവും ഉണ്ടാകട്ടെ. ഞാൻ ആ വാക്കുകൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ അവിടെ നിന്ന് മടങ്ങിയ മഗ്ദലക്കാരി ഉൾപ്പെടുന്ന മറ്റു ചില സ്ത്രീകൾക്കും കൂടി യേശു കർത്താവ് അന്ന് തന്നെ പ്രത്യക്ഷനായി എന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് കൂടെ സഞ്ചരിക്കുന്ന യേശു ക്രിസ്തു അവരെ ഓർമ്മിപ്പിക്കുന്ന ആ വാക്കുകളാണല്ലോ ഇന്ന് രാത്രി നമ്മൾ കുറിവാക്യമായിട്ട് നമ്മൾ ആദ്യം വായിച്ചത്. ആ 2 ശിഷ്യന്മാർ മടങ്ങി യെരുശലേമിൽ മറ്റുള്ള ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിയപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത് പത്രോസ് യേശു കർത്താവ് തനിക്ക് പ്രത്യക്ഷനായത് അവിടെ ഉണ്ടായിരുന്നവരോട് വിവരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ 4 തവണ കർത്താവ് യേശു ക്രിസ്തു വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രത്യക്ഷനായത് ആ ദിവസം തന്നെ, ഉയർത്തെഴുന്നേറ്റ ആ ആദ്യ ദിവസം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ചയായിരുന്നു യേശു ക്രിസ്തു തോമസ് ഒഴികെയുള്ള 10 ശിഷ്യന്മാർ കൂടിയിരുന്ന ആ ഇടത്ത് പ്രത്യക്ഷനായത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ കൂട്ടാക്കാതിരുന്ന തോമസും മറ്റു 10 ശിഷ്യന്മാരും കൂടിയിരുന്ന അതേ സ്ഥലത്തും പിന്നെയും 7 ദിവസത്തിന് ശേഷം അതേ ഞായറാഴ്ച തന്നെ, അതുപോലെ ഒരു ഞായറാഴ്ച തന്നെ യേശു കർത്താവ് പ്രത്യക്ഷനായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത യേശു കർത്താവിനെ അല്ലെങ്കിൽ ആ സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർ പ്രതീക്ഷിച്ചത് തുടർന്നുള്ള ഏറ്റവും അടുത്ത ഒരു ഞായറാഴ്ച യേശു കർത്താവ് മടങ്ങി വരുമെന്നായിരുന്നു. അവരുടെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ അങ്ങനെയായിരുന്നു.
യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ചയായിരുന്നതിനാൽ ആ ദിവസത്തെ കർത്താവിന്റെ ദിവസം എന്ന പേരിൽ അറിയപ്പെടുന്നു. അക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അടുത്ത ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദിവസം യേശു കർത്താവ് മടങ്ങി വരുമെന്നുള്ള അല്ലെങ്കിൽ വരാമെന്നുള്ള ആ കാത്തിരിപ്പും ആ ക്രൈസ്തവ സമൂഹത്തിൽ ഞായറാഴ്ച ദിനത്തിന് ഒരു പ്രത്യേക പ്രസക്തി വരാൻ കാരണമായി. ഇതൊക്കെ ഒരു ചരിത്രമാണ്. ഞായറാഴ്ചയിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുക അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി വരിക, ഇതിനൊക്കെയുള്ള ഒരു സാഹചര്യം ഒക്കെ ഇതിന്റെയൊക്കെ പിന്നിലുള്ള സാഹചര്യം ഇതാണ്. ക്രൂശിൽ കൊല്ലപ്പെട്ടതിന്റെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റത് മുതൽ ശിഷ്യന്മാരുടെ മുമ്പിൽ പലതവണ പ്രത്യക്ഷനായ യേശു കർത്താവ് പല നിർദ്ദേശങ്ങൾ ശിഷ്യന്മാർക്ക് നൽകുന്നതിനൊപ്പം ദൈവിക പദ്ധതിയെക്കുറിച്ചും അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്, അവരെ അറിയിക്കുന്നുണ്ട്. ആ പ്രബോധനങ്ങളിൽ ഏറ്റവും ആദ്യം ചെയ്തതും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ഇന്ന് നമ്മൾ ആരംഭത്തിൽ വായിച്ച ആ വേദവാക്യത്തിൽ കാണുന്നത്. ഇതിനെ യേശു ക്രിസ്തുവിന്റെ ആദ്യ പുനരുത്ഥാന പ്രസംഗം, അതായത് ഈസ്റ്റർ പ്രസംഗം എന്ന് തന്നെ നമുക്ക് പറയാം. ആദ്യത്തെ ഈസ്റ്റർ പ്രസംഗം അതാണ് ആ രണ്ട് ശിഷ്യന്മാരുടെ മുന്നിൽ എമ്മോസിലേക്ക് യാത്രയായ ആ രണ്ട് ശിഷ്യന്മാരോട് സംസാരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 ആഴ്ചകൾക്ക് ശേഷം തോമസ് ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ കൂടിയിരുന്ന സ്ഥലത്ത് പ്രത്യക്ഷനായ യേശു കർത്താവ്, നമുക്കറിയാം, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രത്യക്ഷനായ യേശു കർത്താവ് തോമസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി തന്റെ കയ്യിലെ ആണിപ്പാടുകളും തന്റെ വിലാപ്പുറത്ത് മുറിവും കാണിച്ചു കൊടുത്തതുപോലെ അങ്ങനെ എമ്മോസിലേക്ക് സഞ്ചരിച്ച ഈ ശിഷ്യന്മാർക്ക് മുന്നിൽ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയില്ല. അങ്ങനെ അതായത് കർത്താവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാമായിരുന്നു, എടോ മണ്ടന്മാരെ, ഇതാ നോക്ക് എന്റെ മുറിപ്പാടുള്ള കൈകൾ, ഇതാ എന്റെ വിലാപ്പുറത്ത് കുത്തിത്തുളച്ചുള്ള ആ മുറിവ്, ഇത് കണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളെ ഒന്ന് മാറ്റിക്കള, അങ്ങനെ പറയാമായിരുന്നു. എന്നാൽ ഈ രണ്ട് ശിഷ്യന്മാരെ ബുദ്ധിഹീനരെ മന്ദബുദ്ധികളെ ഒക്കെ വിളിച്ച് ശാസിക്കുന്നുണ്ടെങ്കിലും കർത്താവ് തന്നെ നേരിട്ട് വെളിപ്പെടുത്താതെ ആ സംഭവ പരമ്പുകളെ കുറിച്ചുള്ള പഴയ നിയമ തിരുവെഴുത്തുകളെ അവർക്ക് അവിടെ വ്യാഖ്യാനിച്ചു കൊടുത്തതായിട്ടാണ് ആ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു സത്യത്തെ വെളിപ്പെടുത്തുന്നു. ഒരു വ്യക്തിയിൽ വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ നടക്കുന്ന ഏതെങ്കിലും ഒരു അത്ഭുതത്തെ പ്രതിയല്ല, അത് തിരുവചന വെളിപ്പാടുകളിലെ ഒരു ചെറിയ തലത്തിൽ ആരംഭിച്ച് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ എല്ലാ വാക്കുകളിലും വഴികളിലും വിശ്വസിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകേണ്ടതാണ്. ആ നിലയിലാണ് ആ വിശ്വാസം വർദ്ധിച്ചു വരേണ്ടത്. യേശുക്രിസ്തു 3 വർഷം ശിഷ്യന്മാരെ ഉപദേശിച്ചും പഠിപ്പിച്ചതും ഒക്കെ അതിനുവേണ്ടി തന്നെയാണ്. ആ നിലയിലാണ് കർത്താവ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ദൈവത്തിനായ യേശുക്രിസ്തുവിന്റെ 3-ാം ദിവസത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊരു ചെറിയ കാര്യമല്ല, അതൊരു മഹാത്ഭുതം തന്നെയാണ്. മനുഷ്യരുടെ രക്ഷയ്ക്കായുള്ള ഏക മാർഗമായിരുന്നു ആ മരണ പുനരുത്ഥാനത്തിലൂടെ തുറന്നു വന്നത്. തോമസിന്റെ വിശ്വാസക്കുറവിനെ ശാസിക്കുന്ന സമയത്ത് യേശു കർത്താവ് പറയുന്ന ഒരു വാചകമുണ്ട്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരുന്നത് ഓർക്കുക. അത് ഇതിനോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് യേശു കർത്താവിനെ നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം കർത്താവും ദൈവവുമായി തിരിച്ചറിയുന്നതിന് ലോക സ്ഥാപനം മുതൽ വെച്ചിരിക്കുന്ന ആ ദൈവിക വെളിപ്പാടുകളെ അറിയുകയും നമ്മൾ ഓരോരുത്തരും അതിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും വേണം. അത് തന്നെയാണ് ഇന്നത്തെ രാത്രിയിലെ സന്ദേശത്തിന്റെ കാതൽ. അതായത് സർവശക്തനായ ദൈവം മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ലോക സ്ഥാപനത്തിനു മുമ്പേ നിശ്ചയിച്ച് ചെയ്യുന്ന ആ ദൈവിക ഇടപെടലുകളെ കുറിച്ച് വിവരിക്കുന്ന ദൈവവചനത്തിലുള്ള വിശ്വാസത്താൽ നാം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉറപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. അതാണ് തിരുവചനം നമ്മളോട് ഇന്ന് രാത്രി പ്രബോധിപ്പിക്കുന്നത്. ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തെ തെളിയിക്കാൻ ഓരോ പ്രാവശ്യവും യേശു കർത്താവ് പ്രത്യക്ഷനാകേണ്ട ആവശ്യവുമില്ല. എല്ലാവരുടെയും മുന്നിൽ പോയി അത് ഞാൻ ഇങ്ങനെയാണ്, എന്റെ മുറിപ്പാട് കാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ കർത്താവ് പോയി വെളിപ്പെടുത്തേണ്ടത് ആവശ്യമില്ല. അത് ലോക സ്ഥാപനം മുതലുള്ള ആ തിരുവെഴുത്തുകൾ അതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ആ വെളിപ്പാടുകളെ അതിൽ വിശ്വസിക്കുകയും അതിൽ ഉറയ്ക്കുകയും നമ്മുടെ വിശ്വാസജീവിതം പണിയുകയും ചെയ്യാനാണ് ദൈവാത്മാവ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരുശലേമിൽ നിന്ന് ഏകദേശം 7 മൈൽ, അതായത് 11 കിലോമീറ്ററിലധികം ദൂരെയുള്ള എമ്മാവുസ് വരെ കൂടെ നടന്നുകൊണ്ട് യേശു കർത്താവ് ആ 2 ശിഷ്യന്മാരോട് നടത്തിയ ആ പ്രസംഗം മുഴുവനായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിന്റെ എന്താണ് അവിടെ പറഞ്ഞത്, ഏത് വാക്കുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തകളാണ്, ഏതെല്ലാം വാക്യങ്ങളാണ്, അതൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു യേശു കർത്താവ് അവരോട് പ്രസംഗിച്ചത്, സംസാരിച്ചത്. എന്നാൽ ആ പ്രസംഗത്തിലെ വാക്യങ്ങൾ എന്തൊക്കെ ആയിരിക്കുമെന്നതിന് ചില സൂചനകൾ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ വിശദീകരിക്കുന്നില്ലെങ്കിലും പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നോക്കുമ്പോൾ, കർത്താവിന്റെ പിന്നീട് പ്രത്യക്ഷതയിൽ കർത്താവ് പറയുന്ന കാര്യങ്ങളെ നോക്കുമ്പോൾ, ശിഷ്യന്മാരുടെ പ്രസംഗങ്ങളെ നോക്കുമ്പോൾ, ലേഖനങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആ പ്രസംഗം എന്തായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗങ്ങളും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതേ തന്നെ രീതിയിൽ തന്നെ ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി പത്രോസ് പെന്തക്കോസ്തിൽ നടത്തിയ പ്രസംഗത്തിലെ വാചകങ്ങൾ പരിശോധിച്ചാൽ കുറെ കൂടി അത് വ്യക്തമാകും, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില ആഴ്ചകൾക്ക് മുമ്പ് ആ വേദഭാഗം നമ്മൾ വളരെ വിശദമായി തന്നെ പഠിച്ചതാണല്ലോ. പുനരുദ്ധാനത്തിന് തൊട്ടു പിന്നാലെയുള്ള പത്രോസിന്റെ ഈ ആദ്യ സന്ദേശം വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായതാണ്.
അതായത് അങ്ങനെ ഒരു പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരു വലിയ പഠനമോ തയ്യാറെടുപ്പോ ഒന്നുമില്ലാതെയാണ് പത്രോസ് ആ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിനുള്ള രൂപരേഖ പത്രോസിന് ലഭിച്ചത് യേശു കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് തന്നെയാണ്. ഇന്ന് രാത്രി ഉപയോഗിച്ചാൽ പറഞ്ഞതുപോലെ അന്നുള്ള റബിമാരുടെ പഠിപ്പിക്കലുകളെ മനഃപ്പാഠമാക്കുന്ന ആ ശിഷ്യന്മാരെ പോലെ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതും അവർ ഓർത്തു വെക്കുമായിരുന്നു. അല്ലെങ്കിൽ അത് അവർ മനഃപ്പാഠമാക്കി തന്നെ, അല്ലെങ്കിൽ പിന്നെയും അതുപോലെ തന്നെ ഓർത്തു വെക്കുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ യാത്രയിൽ കർത്താവ് അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ യെരൂശലേമിൽ മടങ്ങി വന്ന് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ മുന്നിൽ അവർ വിശദമായി തന്നെ വിവരിച്ചു. ഏതെങ്കിലും കാര്യങ്ങൾ മറന്നു പോകുന്നില്ല. നമുക്കറിയാം തിരുവചനം അത് എഴുതി വെക്കുന്നതൊക്കെ ആ നിലയിൽ തന്നെയാണ്. അതുപോലെ തന്നെ ആ കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ വിടാതെ അവർ മടങ്ങി വന്ന് ബാക്കിയുള്ള എല്ലാ ശിഷ്യന്മാരുടെ മുന്നിൽ അവർ വിശദീകരിച്ചു, അല്ലെങ്കിൽ വിവരിച്ചു. അങ്ങനെ വിവരിക്കുന്നതൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 24-ാമത്തെ അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു എന്നാണ് ആ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രണ്ട് ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നില്ല. നമുക്കറിയാം യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന് ഈ രണ്ട് ശിഷ്യന്മാരോടും യെരൂശലേമിലേക്ക് മടങ്ങി പോകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാനാകുമായിരുന്നു. കാരണം ഒറ്റ തവണ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂട്ടി. കാരണം നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒത്തിരി പേരെ കൂട്ടിവരുത്തി എല്ലാവരുടെയും മുന്നിൽ പ്രസംഗിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അപ്രസക്തരായ എന്ന് പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ഒരു പ്രസക്തി ഇല്ല എങ്കിൽ പോലും നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ കാണുമ്പോൾ ആ ഓർഡർ ഒന്നും നോക്കാതെ അവരുടെ മുന്നിൽ ഏറ്റവും മുന്നിൽ നിൽക്കാൻ കഴിയാത്ത, അല്ലെ നിൽക്കാത്ത ആ രണ്ട് ശിഷ്യന്മാരോട് അവരോട് കർത്താവ് സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ കേവലം രണ്ട് ശിഷ്യന്മാർക്ക് മാത്രമായി യേശു ക്രിസ്തു ഇപ്രകാരം ഒരു ഈസ്റ്റർ പ്രസംഗം നടത്തിയതിന്റെ ആ ലക്ഷ്യം യേശു കർത്താവിന് അവരിലൂടെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കണമെന്നായിരുന്നു. അവരിലൂടെ തന്നെ അത് പ്രവർത്തിക്കണം. കാരണം അവർ സംശയാലുക്കളായിരുന്നു. അവർ മന്ദബുദ്ധികൾ എന്നൊക്കെ കർത്താവ് അവരെ സംബോധന ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലെ സംശയങ്ങളും വിശ്വാസക്കുറവുകളും ഒക്കെ ഇവിടെ നെല്ലിച്ച് കാണുന്നുണ്ടായിരുന്നു. എങ്കിലും അവരിലൂടെ തന്നെ കർത്താവിന് മറ്റുള്ളവരോട്, മറ്റു ശിഷ്യന്മാരോട്, പ്രധാനികൾ എന്ന് പറയുന്ന മറ്റു ശിഷ്യന്മാരോടൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ദൈവത്തിന്റെ ഹിതം. ഇങ്ങനെ ഒരു നിയോഗത്തിനുള്ള അവരുടെ യോഗ്യത ആ അധ്യായത്തിലെ 32-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. പ്രിയരെ, ഇന്നും യേശു മശിഹായുടെ സുവിശേഷത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നടക്കുന്നത് വലിയ ആൾക്കൂട്ടത്തിന്റെ ബലത്തിലല്ല, അതുപോലെ വലിയ ആർഭാടത്തോടെ നടത്തുന്ന കൺവെൻഷനുകളിലോ ലോക പ്രശസ്തരായ പ്രസംഗകർക്കോ കഴിയാത്തതിനെ അപ്രസക്തമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളിലൂടെയും വ്യക്തികളിലൂടെയും ദൈവം പ്രവർത്തിക്കുമെന്നുള്ളതിന് ഒരു വലിയ ഉദാഹരണമാണ്. കാരണം ഒരിക്കലും ഒരു മാനുഷിക പ്രവൃത്തിയുടെ പിൻബലത്തിൽ അല്ല ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ചെയ്യുന്നത്, ദൈവത്തിന്റെ പ്രവർത്തികളെ ചെയ്യുന്നത്. അത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുന്ന താഴ്മയുള്ള തന്റെ ഭക്തന്മാരിലൂടെ തന്നെയാണെന്നുള്ള ഒരു സന്ദേശമാണ് അതിലൂടെ നമുക്ക് കാണുന്നത്. ബൈബിളിലെ ദൈവിക അരുളപ്പാടുകൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഏറ്റവും സാധാരണക്കാരായ വ്യക്തികളിലൂടെ തന്നെ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു ചിന്ത നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പത്രോസിന്റെ ആദ്യ പ്രസംഗം പരിശോധിച്ചാൽ അതിൽ പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വാക്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ നമ്മളത് ചിന്തിച്ചതാണ്. അതിൽ പ്രധാനമായും 3 പഴയ നിയമ വേദഭാഗങ്ങളായിരുന്നല്ലോ പത്രോസ് തന്റെ പ്രസംഗത്തിൽ അവിടെ വിശദീകരിച്ച് നമുക്ക് കാണുന്നുണ്ട്. അത് ആദ്യത്തേത് യോവേൽ പ്രവചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പകരുന്നതിനെ കുറിച്ചായിരുന്നു. അത് അന്നുണ്ടായ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ആ ഭാഗവും നമ്മൾ വളരെ വിശദമായി 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരോട് യേശുക്രിസ്തു ഈ വാക്യങ്ങളെ കുറിച്ച് പറയാൻ സാധ്യതയില്ല. കാരണം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് അതെന്തെന്നുള്ള സംശയവാലുക്കളായി നിൽക്കുന്ന ജനങ്ങളോട് അതിനൊരു ഉത്തരം എന്ന പോലെയാണ് പത്രോസ് അത് പറഞ്ഞത്. പത്രോസ് യോവേൽ പ്രവചനത്തിലെ ആ വാക്യം വിശദീകരിക്കുന്നത്. ആ വാക്യം കഴിഞ്ഞ ശേഷം പത്രോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. അതേ പഴയ നിയമത്തിലെ 2 പ്രധാന വാക്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് എഴുതിയ സങ്കീർത്തനം 16 നിന്നുള്ളതായിരുന്നു. അതിന്റെ ആ വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 16-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ
പ്രാണനെ പാതാളത്തിലേക്ക് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ പൗലോസും ഈ വാക്യത്തെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. അതിന്റെ അർത്ഥം ആദ്യകാല സുവിശേഷ പ്രസംഗരുടെ ഒരു ഇഷ്ടവാക്യം തന്നെയായിരുന്നു ഈ വാക്യം എന്നുള്ളതാണ്. കാരണം കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് ഓർമ്മിപ്പിച്ചത് അവരും പ്രസംഗിച്ചു. അങ്ങനെ ആ ആദ്യകാല സുവിശേഷ പ്രസംഗരുടെ ഒക്കെ ഒരു ഇഷ്ടവാക്യമായിരുന്നു എന്നുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ യഥാർത്ഥ ദൈവഹിതത്തോട് ചേർന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമായിരുന്നു. എന്നാൽ ഇന്നത്തെ പല പ്രസംഗങ്ങളുടെ ഒക്കെ ഇഷ്ടവാക്യങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മനുഷ്യരെ പ്രസാദിപ്പിക്കാനുള്ളതാണ്. നമുക്കത് അറിയാമല്ലോ. ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതല്ലോ. ഇവിടെ ദാവീദ് ദൈവസന്നിധിയിൽ പാടിയ ഈ വാക്യങ്ങൾ ഇത്ര പ്രാധാന്യമുള്ളതായത് എന്തുകൊണ്ടെന്നാണ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഈ സങ്കീർത്തനം ദാവീദ് തന്നെ എഴുതിയതാണ്. ദാവീദ് തന്നെയാണ് അതിന്റെ ടൈറ്റിലൊക്കെ നോക്കി നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഇവിടെ ദാവീദ് പറയാണ്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല എന്ന ആ വാക്കുകൾ ദാവീദ് എഴുതിയത് തന്നെ കുറിച്ചാകാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ തന്നെ കുറിച്ചല്ല എന്നുള്ളത് നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം മരണത്തിന് ശേഷം ദാവീദിന്റെ ശരീരം ദ്രവിച്ചു. പത്രോസ് തന്റെ കേൾവിക്കാരോട് പറയുമ്പോൾ പറയാണ്, യെരുശലേമിൽ തന്നെയുള്ള ദാവീദിന്റെ ശവകുടീരം പരിശോധിച്ചാൽ അവർക്ക് കാണാനാകുന്നത് ജീർണിച്ച രൂപത്തിലുള്ള ദാവീദിന്റെ, അല്ലെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ആ ദാവീദിന്റെ ശരീര അവശിഷ്ടങ്ങളായിരിക്കും ആ ശവകുടീരത്തിനുള്ളിൽ അവിടെ കാണാൻ കഴിയുന്നത്. ആ ജീർണിച്ച അവസ്ഥയിൽ വളരെ പൊടിയായ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില എല്ലിന്റെയൊക്കെ അങ്ങനെയുള്ള ചില ആ അവസ്ഥയിലായിരിക്കും അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാക്കുകൾ ദാവീദ് ഒരു പ്രവാചകനെ പോലെ എഴുതുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. ദ്രവത്വം കാണാതെ ശവക്കുഴിയിൽ അവസാനിക്കാതെ ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തി യേശു മശിഹയാണ്. യേശു മശിഹ മാത്രമേ അതങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഇതുവരെയുള്ള ലോക ചരിത്രത്തിൽ ദ്രവത്വം കാണാതെ ശവക്കുഴിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരേ ഒരു വ്യക്തി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ പ്രവചന വാക്യങ്ങളെല്ലാം നിറവേറിയത് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിലൂടെയാണ്. യേശു ക്രിസ്തുവിൽ നിവൃത്തിയേറിയതായി പത്രോസ് പരാമർശിച്ച രണ്ടാമത്തെ പഴയ നിയമ വാക്യവും സങ്കീർത്തനത്തിൽ തന്നെയായിരുന്നു. സങ്കീർത്തനം 110 അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കാം. പുതിയ നിയമത്തിൽ കുറഞ്ഞത് 25 തവണയെങ്കിലും നേരിട്ടോ അല്ലാതെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണിത്. സുവിശേഷങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, ലേഖനങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വാക്യം വരുവാനുള്ള മഷിയെ കുറിച്ചുള്ളതാണെന്ന് യഹൂദന്മാർക്കും പരീശന്മാർക്കും അറിവുള്ളായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരുന്നു. അന്നുള്ള യഹൂദന്മാർക്കൊക്കെ അറിയാമായിരുന്നു ഈ വാക്യങ്ങൾ മഷിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ അവരുടെ അടുക്കിലേക്ക് വരാൻ പോകുന്ന മഷിക ദൈവം തന്നെയാണെന്നുള്ള കാര്യം അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരൊരു മഷിക ലഭിച്ചു, കാരണം അവർ മോശയെ പോലെ ഒരു പ്രവാചകനെ, മോശയെ പോലെ ഒരു ലീഡറിനെ അവർക്ക് ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുന്ന, അവരുടെ പല വിഷയങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തുന്ന ഒരു ലീഡറിനെ അവർക്ക് ലഭിക്കുമെന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അതൊരു ദൈവം തന്നെയാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അത് ഗ്രഹിച്ചിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തുവിന്റെ ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ പരീശന്മാരോട് ചോദിച്ചത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ. അവരുടെ ഉള്ളിൽ അവരുടെ ആ ആശയമുണ്ട്, ആ ഉത്തരം അവർക്കുണ്ട്. അത് ദാവീദിന്റെ പുത്രനാണ്, ദാവീദിന് അങ്ങനെയാണ്, അല്ലെങ്കിൽ ദാവീദിന് അങ്ങനെ ഒരു പ്രവചനം അല്ലെങ്കിൽ ഒരു വാക്തത്വം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാമായിരുന്നു. അന്നേരം അങ്ങനെ ചോദിച്ചപ്പോൾ ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ എന്ന് തിരിച്ചു ചോദിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. തുടർന്ന് യേശു കർത്താവ് പഴയ നിയമത്തിലെ ആ വാക്യം അവിടെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. 44 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. ഞാൻ ആ വേദഭാഗമാണ് ഇന്ന് അവിടെ വായിച്ചത്. അവർക്ക് വാഗ്ദത്തം ചെയ്ത മശിഹ ദാവീദിന്റെ വംശത്തിൽ നിന്ന് തന്നെ വരുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ദാവീദിന്റെ പിൻഗാമികളിൽ ഒരാൾ മശിഹ ആയിരിക്കുമെന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞിരുന്നു. വാഗ്ദത്ത മശിഹ ദാവീദിന്റെ സന്തതി ആയിരിക്കെ ദാവീദിന് എങ്ങനെയാണ് ആ മശിഹയെ കർത്താവ് എന്ന് വിളിക്കാൻ കഴിയുക എന്നൊരു ചോദ്യമായിരുന്നു യേശുക്രിസ്തു അന്ന് അവിടെ കിടന്ന പരീശന്മാരോട് ശാസ്ത്രിമാരോടൊക്കെ ചോദിച്ചത്. അവർ അതിന് ഉത്തരം പറയാതെ അവിടെ നിന്ന് പോയെങ്കിലും മശിഹ വെറും ഒരു മനുഷ്യനേക്കാൾ വളരെ വ്യത്യസ്തമായിരിക്കുമെന്ന സൂചനയാണ് ആ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ മശിഹ ദൈവം തന്നെയായിരുന്നു, ദൈവം തന്നെയാണ് ആ മശിഹ. യേശുക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലേക്ക് വന്നെങ്കിലും അവൻ യഹൂദന്മാരുടെ മാത്രമായ ഒരു മശിഹായോ ദൈവമോ അല്ലായിരുന്നു. യേശുക്രിസ്തു സർവ്വലോകത്തിന്റെയും ദൈവമാണ്, സകല മനുഷ്യരുടെയും ദൈവമാണ്. അതാണ്
തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മെ മനസ്സിലാക്കിക്കുന്നത്. ഈ സംഭാഷണങ്ങളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് പത്രോസിന്റെ ആദ്യ പ്രസംഗത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി സംസാരിക്കുന്നത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മരിച്ചുപോയ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്ന വാർത്ത അവിടെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നേരത്തെ ചിന്തിച്ചല്ലോ. ആ വാർത്ത കേട്ട് പരിഭ്രമിച്ച ആ 2 ശിഷ്യന്മാരോട് യേശു കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം അവർക്ക് വിശദീകരിക്കുവാൻ സാധ്യതയുണ്ട്. ലോകമെമ്പാടുമുള്ള വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ കഷ്ടാനുഭവ വാരമായി ആചരിക്കുന്ന ഈ ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഈ ഈസ്റ്റർ പ്രസംഗത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ഇടയായതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഭക്തിയോട് കൂടിയുള്ള ഒരുക്കങ്ങളും പ്രാർത്ഥനകളുമായി ഈ ദിവസത്തെ അവർ അനുസ്മരിക്കുന്നു. വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ആ ദിവസത്തെ അനുസ്മരിക്കുന്നുണ്ട്. നാളെയാണല്ലോ ഈസ്റ്റർ സൺഡേ ഒക്കെ ഉള്ള ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. എന്നാൽ ഇതിനോട് ചേർന്ന് വളരെയധികം ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വശം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നോക്കുമ്പോൾ കേരളത്തിൽ ക്രിസ്മസിനും ഈസ്റ്ററിനോടൊക്കെ അനുബന്ധിച്ച് റെക്കോർഡ് മദ്യവിൽപ്പന നടക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് കണ്ടിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ആ ദിവസം വരെയുള്ള ക്രിസ്മസ് വരെയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങൾ ജനങ്ങൾ ഭക്തിയോടും ഉപവാസത്തോടും മറ്റ് ഭക്ഷണ ക്രമീകരണങ്ങളുമായൊക്കെ വേർതിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ അവർ ഭക്തിയോടെ ആ ദിവസത്തെ നോക്കി പാർത്ത് ആ ദിവസത്തെ കുറെ ഭക്തി പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ ഭക്തിയോടെ തന്നെ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അവർ ഭക്തിയോടെ തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാറുണ്ട്. ആ ദിവസം കഴിയുന്ന വേളയിൽ തന്നെ മദ്യപാനത്തിലേക്ക് മറ്റ് ആഘോഷങ്ങളിലേക്കൊക്കെ അവർ തിരിയുന്ന കാഴ്ചകൾ നമുക്ക് ലോകമെമ്പാടും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് വാഗ്ദത്തം ചെയ്ത മശിഹ ജനിക്കുന്നത് വരെ യഹൂദന്മാർ മാത്രം ഇന്നല്ലെങ്കിൽ നാളെ ആ മശിഹ വരുമെന്ന പ്രതീക്ഷയുമായി മുന്നോട്ട് പോയിരുന്നവരാണ്. അവർ മാത്രമേ അങ്ങനെ ഒരു മശിഹയെ കാത്തിരുന്നുള്ളൂ. യഹൂദന്മാർ മാത്രമേ അന്ന് കാത്തിരുന്നുള്ളൂ. ലോകത്തിൽ വേറൊരു ജാതിയോ വേറൊരു മനുഷ്യനോ അങ്ങനെ ഒരു മശിഹയെ കാത്തിരുന്നില്ല. എന്നാൽ ആ മശിഹ ഭൂമിയിൽ ജനിച്ച് സകല ജാതികളിലേക്കും അവന്റെ രക്ഷയുടെ കരം നീട്ടിയപ്പോൾ നമ്മളെയും അവൻ രക്ഷിച്ചു. നമുക്കും അവിടെ ഒരു അവസരം ലഭിച്ചു. നമുക്കും ആഗ്രഹിക്കുവാൻ ചില കാര്യങ്ങളെ ആ മശിഹ അവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ജനിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന ക്രിസ്മസ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പുതിയൊരു ഉത്തരവാദിത്വം സൃഷ്ടിക്കുകയാണ്. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതുകൊണ്ട് ഇന്ന് നമുക്കൊരു രക്ഷാമാർഗമുണ്ട്. അതുകൊണ്ട് ഇനി ഉഴുപ്പി നമുക്കായി ഒരുക്കിയ ആ ഭാഗ്യപദവികളെ ഇല്ലാതാക്കുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമുക്ക് ക്രിസ്മസ് ദിനത്തിൽ കർത്താവിനെ ഓർത്തതിനു ശേഷം നമ്മൾ പറയുന്ന പോലെ ഈ പറയുന്നത് പോലെയുള്ള ആഘോഷങ്ങളിലേക്ക് പോകാനല്ല, ഇനി രക്ഷിക്കുവാൻ രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗമുള്ളത് കൊണ്ട് ഭക്തിയോടെ അതിലേക്ക് ഒന്നുകൂടെ ശ്രദ്ധ ചെലുത്തുവാൻ ആ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെയും ഇതുവരെയും പാപങ്ങൾക്കൊരു പരിഹാരമില്ലാതെയും അലഞ്ഞിരുന്ന മനുഷ്യകുലത്തിന് ഒരു പുതിയ വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രേരണ ഉണ്ടാക്കുന്നതായിരിക്കണം ഓരോ ക്രിസ്മസ് ദിനങ്ങളും. ഓരോ ക്രിസ്മസ് ദിനങ്ങളിലെ സന്ദേശം അതായിരിക്കണം. ഓരോ ക്രിസ്മസ് ദിനങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഉള്ളിലുണ്ടാകുന്ന ചിന്ത അതായിരിക്കണം. പ്രിയരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു മശിഹ കാൽവറിയിൽ കൊല്ലപ്പെട്ടു, അടക്കപ്പെട്ടു, 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ ദിനമായി ഈസ്റ്ററിനെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുകയാണ്, ഒന്നുകൂടി അതിന്റെ പ്രാധാന്യമേറുകയാണ്. യേശു കർത്താവിന്റെ മുന്നിൽ അനുതാപത്തോടും വിശ്വാസത്തോടും ഏറ്റുപറയുന്ന നമ്മുടെ എല്ലാ പാപങ്ങളും ദൈവം ക്ഷമിക്കുന്നു അല്ലെങ്കിൽ ക്ഷമിക്കുമെന്ന് ഇന്ന് ഉറപ്പാണ്. ഇന്ന് നമുക്കൊക്കെ വിശ്വാസത്തോടെ അത് ഉറപ്പിക്കാം. അനുതാപത്തോടെ വിശ്വാസത്തോടെ അത് നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും, എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെയും പാപങ്ങളും ദൈവം ക്ഷമിക്കും. അത് ഇന്ന് അത് ഉറപ്പാണ്. കാരണം കർത്താവായ യേശുക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റു. അതാണ് നമുക്ക് ആ സന്ദേശത്തിൽ നമുക്ക് കാണുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ യേശു കർത്താവിന്റെ മടങ്ങിവരൽ നമ്മളെയും ഉയർപ്പിക്കുമെന്ന് ഇന്ന് നമുക്ക് ധൈര്യമായി വിശ്വസിക്കാം. അതാണ് ഈസ്റ്റർ സന്ദേശം നമ്മളോട് പറയുന്നത്. യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ വിമർശിച്ചുകൊണ്ട് തന്റെ അടുത്തുനിന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 34-35 വാക്യങ്ങളിലാണ് അത് കാണാൻ കഴിയുന്നത്. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ ആത്മമണവാളൻ നമ്മളോട് കൂടെയില്ല. ഇനിയാണ് നമ്മൾ ഉപവസിക്കേണ്ടത്, ഇനിയാണ് നമ്മൾ വർജനം ആചരിക്കേണ്ടത്, ഇനിയാണ് ഓരോ ദിവസവും വിശുദ്ധ പുതുക്കിക്കൊണ്ട് നമ്മുടെ ആത്മമണവാളനായി നമ്മൾ കാത്തിരിക്കേണ്ടത്. പ്രിയരെ, ഓർക്കുക, ഓരോ ക്രിസ്മസ് ഈസ്റ്റർ ദിനങ്ങൾ ഏതെങ്കിലും ഒരു ലൗകിക ആഘോഷങ്ങൾക്കുള്ള കാരണമല്ല, അതിനുള്ളതായ ആ നിമിത്തങ്ങളല്ല. അത് നമ്മുടെ ആത്മപുതുക്കത്തിനും വിശ്വാസ വർധനവിനും കാരണമാകണം. ഇനി അല്പം കൂടി വിശാലമായി പറഞ്ഞാൽ ക്രിസ്മസ് ഈസ്റ്റർ ആചരണങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ആചരണങ്ങൾക്കായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഓർമ്മ പുതുക്കലിനായിട്ടുള്ള ഓർമ്മ പുതുക്കലിനായിട്ടൊക്കെ വർഷത്തിൽ ഏതെങ്കിലും ഒരു ദിവസം മാത്രമായി കണ്ടെത്തുന്നതും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല. ഏതെങ്കിലും ഒരു ദിവസം മാത്രം ക്രിസ്മസ് ആചരിക്കുക അല്ലെങ്കിൽ അതിനെ ഓർക്കുക, ഏതെങ്കിലും ഒരു ദിവസം മാത്രം ഈസ്റ്ററിനെ ഓർക്കുക, ഈസ്റ്ററെ ആചരിക്കുക, അങ്ങനെ അതിനായി കണ്ടെത്തുന്നത്
അതും ബൈബിൾ അടിസ്ഥാനത്തിൽ ശരിയില്ല. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം പരിശുദ്ധാത്മാവ് പകർന്ന നാൾ മുതൽ ശിഷ്യന്മാർ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി പ്രത്യാശിക്കുകയും വലിയ ദൈവശക്തി പ്രാപിച്ചവരായി ദൈവത്തെ സാക്ഷിച്ചു തുടങ്ങിയെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എമ്മോസിലേക്ക് പോയ 2 ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള തിരുവെഴുത്തുകളും അതിന്റെ വ്യാഖ്യാനങ്ങളും കേട്ടപ്പോൾ അവരുടെ ഹൃദയം അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് ആ വേദഭാഗത്തിൽ വിവരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വേഗം വരും. നമ്മുടെ വിശുദ്ധിക്ക് നാം എന്തു ചെയ്യുന്നു എന്നുള്ള ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിലെ ഈ തിരുവചന ചിന്തയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. അതിനുള്ള ഒരു അവസരം കൂടിയായി തീരട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നമുക്ക് ദൈവത്തിലേക്ക് മടങ്ങുവാനും നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കുന്നതിനും നമ്മുടെ പ്രത്യാശയെ ഒന്നുകൂടി പുതുക്കുന്നതിനും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിപ്പാൻ ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.